പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. അങ്ങനെ പതിവില്ലാത്ത രീതിയിൽ UDFൻ്റെ മന്ത്രി പട്ടിക പുറത്തു വന്നു. നാളെ എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുക. ഇതൊരു പതിവില്ലാത്ത കാര്യമാണ്. സാധാരണ കക്ഷി നേതാക്കന്മാർ മുഖ്യമന്ത്രിയും കൂടാണ് UDFൻ്റെ കാലത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് പിന്നീടാണ് മറ്റു മന്ത്രിമാരെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഒന്നിച്ച് തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നല്ല തുടക്കമാണ്. ഈ മന്ത്രിസഭയിലെ ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗത്ഭന്മാരായിട്ടുള്ള പലരും 102 പേരുണ്ട്. മിക്കവാറും എല്ലാവരും പ്രഗത്ഭന്മാർ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ചാൻസ് കൊടുക്കാൻ ഒക്കത്തില്ല. സാമുദായിക സന്തുലിതാവസ്ഥയും ജാതി മതമൊക്കെ നോക്കി വരുമ്പോൾ ജില്ല ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു സന്തുലിതമായിട്ടുള്ളൊരു മന്ത്രിസഭയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഇനിയും കുറ്റം പറയാനായിട്ടുണ്ട്. നാളെ തൊട്ട് ചിലപ്പം നാളെയല്ല ഇപ്പം തൊട്ട് കുറ്റം പറയാൻ തുടങ്ങും. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്ര സഭകൾ ഉണ്ട്. കത്തോലിക്ക സഭ, അതിനകത്ത് തന്നെ 2-3 ലത്തീന്, റോമന്, ലാറ്റിന്, മലങ്കര, ഇങ്ങനെ പിന്നെ മർത്തോമായ, യാക്കോബായ, ഓർത്തഡോക്സ്, പെന്തക്കോസ്, അങ്ങനെ പലവിധ. അപ്പം കുറ്റം പറയേണ്ടവർക്ക് പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരുമില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എൻ്റെ അഭിപ്രായത്തിൽ ചാണ്ടി ഉമ്മനും ആറന്മുളയിൽ നിന്ന് ജയിച്ച അബിൻ വർക്കിയുമേ ഉള്ളു 2 MLA മാർ. അതിൽ നിന്ന് ആരെയും എടുത്തിട്ടില്ല. പക്ഷെങ്കിൽ വീണ ജോർജ് ഉണ്ടായിരുന്നു. എന്നിട്ട് 2 ടേം MLA ആയിരുന്നു. എന്നിട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തോ പ്രയോജനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കാര്യമൊന്നുമില്ല. സഭയുടെ ഒന്നും നോക്കണ്ട, നാടിൻ്റെ പൊതു നന്മയാണ് നോക്കണ്ടേ. അതിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു സന്തുലിതമായിട്ടുള്ളൊരു മന്ത്രിസഭയാണ്. സീനിയേഴ്സുണ്ട്, ജൂനിയേഴ്സുണ്ട്, OJ ജനറേഷനെ പോലുള്ള പുതുമുഖങ്ങളുണ്ട്, KA തുളസിയെ പോലുള്ള പുതുമുഖങ്ങളുണ്ട്, വനിതകളുണ്ട്. അങ്ങനെ സന്തുലിതമായിട്ടുള്ളൊരു മന്ത്രിസഭയാണ്. അവർക്ക് ഭരിക്കാനായിട്ട് അവസരം കൊടുക്കണം. അവർക്ക് ഒരു 6 മാസം കൊണ്ട് അവരുടെ പെർഫോമൻസ് അറിയാൻ നോക്കും. എന്നിട്ട് നമുക്കവരെ വിമർശിക്കാം. കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് വിമർശിക്കണം തീർച്ചയായിട്ടും. അപ്പം 6 മാസത്തെ ടൈം കൊടുത്ത് ഈ ഒരു മന്ത്രിസഭയുടെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്.